ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി പല പ്രവർത്തനങ്ങളും നമ്മൾക്ക് നടത്താറുണ്ട്. നമുക്കറിയാം, നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിയായ ഡിസയറോടുകൂടി ആഗ്രഹത്തോടു കൂടി ഒന്നോ രണ്ടോ സ്റ്റെപ്പ് എടുക്കുമ്പോഴോ നമുക്കറിയാം അത് വീണ്ടും നമ്മളിലേക്ക് ഡൗട്ട്ഫുൾ ആവുകയും ആ പ്രവർത്തനം നമ്മൾ നിർത്തിവെക്കുകയും ചെയ്യും. ഇവിടെയാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം നമ്മൾ കാണേണ്ടത്. നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ ഇത് എത്ര കണ്ട് ഇദ്ദേഹം ഇത് ചെയ്യും എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പ്രോബ്ലങ്ങൾ നമ്മൾ വരുന്നത്. ഇത് നമ്മുടെ പാഷനാണോ? ഇതുമായി എത്ര കണ്ട് മുന്നോട്ട് പോകും? ഇതിൻ്റെ അവസാനം വരെ ഇത് കൊണ്ട് എത്തിക്കുമോ എന്നുള്ളതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഒരു പ്രോബ്ലമാണ് നമ്മളിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ ഡൗട്ട് അടിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാതെ എനിക്ക് ഇതിന് സാധ്യമല്ല, ഞാനിതിൽ പരാജിതനാണ്, എന്താണ് എനിക്കിങ്ങനെ, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മളിൽ ഭൂരിഭാഗം പേരും തൻ്റെ ആ ഉദ്യമത്തെ അവിടെ കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമായിട്ടുള്ള നമ്മളുടെ ചുറ്റുഭാഗമുള്ള പല സംഗതികളിൽ നിന്നും വരുന്ന നെഗറ്റീവ് ഇമോഷൻസുകൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ദേഷ്യവും അതേപോലെ തന്നെ സങ്കടങ്ങളും ഭയവുമാണ് നമ്മളുടെ ഒരു ആക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പ്രവർത്തനം തീർച്ചയായിട്ടും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നമുക്കത് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി കണ്ടാൽ നമ്മൾ അതിനെ എതിർക്കുന്നത് ദേഷ്യത്തോടു കൂടിയായിരിക്കും. ആ ദേഷ്യത്തോടു കൂടി എതിർക്കുമ്പോൾ തീർച്ചയായും തിരിച്ച് നമ്മളിലേക്ക് അത് വരുന്നത് ദേഷ്യമായിട്ടായിരിക്കും. നമ്മൾ ഭയത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ മുന്നിലുള്ള അതിനെ കാണുന്നത്, നമ്മളിലേക്ക് വരുന്നത് ഭയമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അതിയായ സങ്കടമായിരിക്കും. എന്താണിത് ഇങ്ങനെ, എന്താണ് ഞാൻ കാണുന്നത്, ഞാൻ ആ സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ പ്രോപ്പർ വഴിയിലൂടെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാനോ അതിനെ ഒരു വ്യത്യാസം വരുത്താനോ സാധിക്കില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് പുറത്ത് പലതും നടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് 70% നെഗറ്റീവായിരിക്കാം. ഇപ്പൊ ഒരു പഠനത്തിൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ 70% നെഗറ്റീവാണെന്ന്. പക്ഷെ 30% പോസിറ്റീവ് ഉണ്ടല്ലോ. ആ പോസിറ്റീവിലേക്ക് നോക്കി നമുക്ക് ആ പോസിറ്റീവ് നമുക്ക് എടുക്കാമല്ലോ. കാരണം എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ചിന്തിക്കുന്നതല്ലേ എന്നിലേക്ക് വരികയുള്ളൂ. ഞാൻ എന്തിന് നെഗറ്റീവിന്റെ പിന്നാലെ പോകണം? ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലേ എന്നിലേക്ക് വരിക. അവിടെയാണ് എൻ്റെ മെന്റൽ സ്റ്റേജിലേക്ക് ഞാൻ നോക്കേണ്ടത്. പുറത്തുനിന്നുള്ള ഒരു ഇമോഷൻസും എൻ്റെ അകത്ത് ന്യൂട്രൽ സ്റ്റൈലിലായിരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നടുവിലാണ് പിടിക്കേണ്ടത്. ഓവർ സന്തോഷം വരുമ്പോൾ ഞാൻ ആ സന്തോഷത്തിന്റെ പിന്നാലെ ആർമാദിച്ച് ഡാൻസ് കളിച്ച് പോകുന്നുമില്ല. ദുഃഖം വരുമ്പോൾ ഞാൻ ഏറ്റവും താഴേക്ക് വീണ് അതപ്പതിച്ച് ആ നിലത്ത് കിടക്കുന്നുമില്ല. ഇതെല്ലാം ഉണ്ടാവുക, നശിക്കുക എന്നുള്ളൊരു പ്രതിഭാസത്തിന്റെ ഭാഗമാണെന്നും ഈ സമയവും കടന്നു പോകും എന്നുള്ള ബോധത്തോടു കൂടി അതിന്റെ മിഡിലിലൂടെ നമുക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും. തുടർന്ന് വരുന്ന ഓരോ ഇമോഷൻസുകളെയും നോക്കാൻ തയ്യാറാവുകയും അതിനെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കുകയും എൻ്റെ ഡിസയറിനെ എനിക്ക് ഡൗട്ട്ഫുൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ ആ ഒരു നിരന്തരമായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ആളുകളും അതിനുള്ള മറ്റുള്ള കാര്യങ്ങളും ഒരുക്കി കൂട്ടുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ തന്നെയാണ് ആ പ്രവർത്തനം വീണ്ടും റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്, കണ്ടിന്യൂസ്ലി ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ നമുക്കൊരു അവസരമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ പ്രശ്നങ്ങളെ എപ്പോഴും നമ്മൾ ചിത്രീകരിക്കുന്നത് നമ്മൾ അത് ഒരു ഇടങ്ങറായിട്ടാണ്. പരീക്ഷണങ്ങളായി നമ്മൾ എപ്പോഴും കാണുന്നത് അതിനെ വലിയൊരു ദുരിതമായിട്ടാണ്. പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും എൻ്റെ വളർച്ചക്കുള്ളതാണെന്ന് മനസ്സിലാക്കി
അതിനെ ഞാൻ സ്വീകരിക്കാൻ, വെൽക്കം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് ഓരോ നിമിഷത്തെയും ആനന്ദിക്കാൻ സാധിക്കും. കാരണം എൻ്റെ ചുറ്റുഭാഗത്തെ ഞാനുള്ള നോക്കി കാണുന്ന എൻ്റെ രീതി മാറും. ഞാൻ കൂടുതൽ ബോധവാനായി അവയർനെസ്സോട് കൂടി മുന്നോട്ട് നീങ്ങും. എനിക്ക് വീണ്ടും വീണ്ടും പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ എൻ്റെ പാഷൻ കണ്ടെത്തുകയും മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഞാൻ മാറി എൻ്റെ പാഷനിലേക്ക് മുന്നോട്ട് പോവാൻ, എൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവാൻ എന്തൊക്കെ ആണ് ഞാൻ നേടിയെടുക്കേണ്ട കഴിവുകൾ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും നമ്മൾ മൈൻഡ്ഫുൾ ആവുകയും ആ സ്കില്ലിലൂടെ എനിക്ക് ഓരോ അറിവുകളും സമ്പത്തുകളും നേടാനും സാധിക്കും. ഇങ്ങനെ നമുക്കെല്ലാവർക്കും ആ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെയും ഏറ്റവും മനോഹരമാക്കാൻ കഴിയട്ടെ. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.